സെപ്റ്റംബർ 2 കരീബിയൻ കടലിൽ ഒരു വെനസ്വേലൻ ബോട്ടിനെതിരെ അമേരിക്കയുടെ ഒരു വ്യോമാക്രമണം ഉണ്ടാവുകയും ആ ബോട്ടിലുണ്ടായിരുന്ന 11 വെനസ്വേലൻ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഇതിന് സമാനമായ ഏകദേശം 30ഓളം ആക്രമണങ്ങളുണ്ടായ പല വാർത്തകൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അമേരിക്ക പറയുന്നത് വെനസ്വേലയിൽ നിന്നും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്ന ബോട്ടുകളെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നത് അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു തരം ആക്രമണമായി അല്ലെങ്കിൽ നാർക്കോ ടെററിസമായിട്ടാണ് അമേരിക്ക കണക്കാക്കുന്നത്. അപ്പോൾ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഈ ഒരു ആക്രമണത്തെ ഒരു നോൺ ഇൻ്റർനാഷണൽ ആംഡ് കോൺഫ്ലിക്റ്റ്, അതായത് രാജ്യങ്ങൾ തമ്മിലല്ല മറിച്ച് ഒരു രാജ്യവും അതിനെതിരെ നിൽക്കുന്ന ഒരു ഡ്രഗ് കാർട്ടലും തമ്മിലുള്ള യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമായി പരിഗണിക്കുകയാണെന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അമേരിക്കൻ CIA വെനസ്വേലയുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്താൻ അനുമതി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനിയായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് ഉൾപ്പെടെയുള്ള ഒരു വൻ സൈനിക വിന്യാസം തന്നെ വെനസ്വേലയുടെ അടുത്ത് ഓൾറെഡി നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇതോടൊപ്പം വെനസ്വേലയുടെ പല എണ്ണക്കപ്പലുകളെയും കടലിൽ പല സ്ഥലത്തും തടയുന്ന ഒരു നിലപാടിലേക്ക് വരെ അമേരിക്ക എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ലോകത്തെ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള അമേരിക്കയെ എല്ലാ യുദ്ധങ്ങളിൽ നിന്നും പിൻവലിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അതേ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പം തൻ്റെ സ്വന്തം അയൽരാജ്യമായ വെനസ്വേലയ്ക്കെതിരെ ഏത് നിമിഷവും ഒരു യുദ്ധം ആരംഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു, അതിന് കൂട്ടുനിൽക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു രാജ്യത്തെ സർക്കാരിനെ തന്നെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലെയുള്ള ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബൗദ്ധികമായിട്ടുള്ള ഒരു ഉന്നതി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തികമായ ഉന്നതി കൈവരിക്കുക എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരം വന്നത് ഇപ്പോൾ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. നമ്മൾ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകാതെ 100% ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിക്കൊണ്ട് തന്നെ നമ്മുടെ പണം മാർക്കറ്റിനോടൊപ്പം വളരുന്ന രീതിയിൽ നിക്ഷേപം നടത്താനുള്ള നല്ലൊരവസരം ടാറ്റ AIA ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ടാറ്റ AIA ലൈഫ് അവരുടെ മൾട്ടി ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറഞ്ഞുള്ളൊരു NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡിസംബർ 31 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ മുൻകാലങ്ങളിലുള്ള മറ്റ് ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ AIA ലൈഫ് തന്നെ 2022 പുറത്തിറക്കിയിട്ടുള്ള എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതുവരെ 26.2% CAGR റിട്ടേൺസ് നൽകിയിരിക്കുന്നത് കാണാം. അതുപോലെ 2015 പുറത്തിറക്കിയ മൾട്ടി ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായി 29%, 23.3% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ NFOയുടെ നിലവിലത്തെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ഇനി ഇതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരെ വരുന്ന ഒരു ലൈഫ് കവർ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും അതിന് ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുക. പിന്നെ പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ഒരു 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയുടെ വരെ റിട്ടേൺ സാധ്യത കമ്പനി ഇവിടെ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ 5 വർഷത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യം ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ ഈ NFOയുടെ അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ 31, അതായത് ഇനി 10 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ വെനസ്വേലയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചെറിയൊരു ചരിത്രം പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒരു ശീതയുദ്ധത്തിൻ്റെയൊക്കെ ഒരു സമയത്ത് ഈ 2 രാജ്യങ്ങളും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് കാണാം. അമേരിക്കയുടെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വിശ്വസ്തരായ രാജ്യം എന്നായിരുന്നു വെനസ്വേല അന്നറിയപ്പെട്ടിരുന്നത്. വെനസ്വേലയിലെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് അമേരിക്കയുടെ കയ്യിലായിരുന്നു എന്ന് മനസ്സിലാക്കുക. അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള F-16 വിമാനങ്ങൾ വാങ്ങാനുള്ള അനുമതി വെനസ്വേലയ്ക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ 2 രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സൈനിക സഹകരണവും ഉണ്ടായിരുന്നു. ഇനി സാമ്പത്തികമായി നോക്കിയാലും വെനസ്വേല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൂവണായിട്ടുള്ള എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരുമാതിരി പൂർണ്ണമായ എണ്ണ ഖനനവും നടത്തിയിരുന്നത് അമേരിക്കൻ കമ്പനികളായിരുന്നു എന്ന് മാത്രമല്ല, ഈ വെനസ്വേലൻ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിയിരുന്നതും ആ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലേക്കാണ്. പക്ഷേ ഒരു 1990 കാലഘട്ടത്തിൽ തന്നെ വെനസ്വേലൻ ഗവൺമെൻറ് അമേരിക്കയുടെ ഒരു കളിപ്പാവയാണ് എന്നുള്ള വലിയൊരു അമർഷം അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു.
ഇനി ഇത് മാത്രമല്ല, എണ്ണ ഖനനത്തിൻ്റെ ഭൂരിഭാഗം ലാഭവും അമേരിക്കൻ കമ്പനികൾ കൊണ്ടുപോവുകയും അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഗവൺമെൻറ് കൈക്കലാക്കുകയും ചെയ്ത് വെനസ്വേലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ളൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വെനസ്വേലൻ ഭരണ സംവിധാനത്തിനെതിരെ ആ ഒരു സമയത്ത് അവിടെ ഒരു നേതാവ് ഉയർന്നു വരികയാണ്. അദ്ദേഹമാണ് ഹ്യൂഗോ ഷാവേസ്. അപ്പോൾ ഈ ഹ്യൂഗോ ഷാവേസിൻ്റെ നേതൃത്വത്തിൽ 1992 വെനസ്വേലയിൽ ഒരു അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് പരാജയപ്പെടുന്നുണ്ട്, അദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തെ ഉടനടി വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ വലിയൊരു ജനപ്രീതി സമ്പാദിച്ച ഹ്യൂഗോ ഷാവേസ് 1999 തിരഞ്ഞെടുപ്പിലൂടെ വെനസ്വേലയുടെ പുതിയ പ്രസിഡൻ്റായി അധികാരത്തിലെത്തുകയാണ്. അപ്പോൾ ഈ ഹ്യൂഗോ ഷാവേസ് ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിരുദ്ധമായിട്ടുള്ള പല നിലപാടുകളും അദ്ദേഹം സ്വീകരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തോട് ഞാൻ നേരത്തെ പറഞ്ഞ വെനസ്വേലയിലെ ഏറ്റവും വലിയ മിലിറ്ററി ബേസിൽ നിന്നും പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, അമേരിക്കൻ എണ്ണ കമ്പനികളെ എല്ലാം വെട്ടിലാക്കിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ എണ്ണ വ്യവസായവും സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു വലിയ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും അതുപോലെ തന്നെ സൈനികപരവുമായിട്ടുള്ളൊരു വലിയ തിരിച്ചടി വെനസ്വേലയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി 2002 അമേരിക്കയുടെ സഹായത്തോടു കൂടി ഹ്യൂഗോ ഷാവേസിനെതിരെ ഒരു അട്ടിമറി ശ്രമം നടക്കുകയാണ്. ഈ ഒരു ശ്രമത്തെ ഷാവേസ് പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇതോടുകൂടി അമേരിക്കയും വെനസ്വേലയും ബദ്ധശത്രുക്കളായിട്ട് മാറുകയാണ്. അമേരിക്കയുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് വെനസ്വേലയിലെ അമേരിക്കൻ അംബാസഡറെ ഷാവേസ് പുറത്താക്കുന്നു. മാത്രമല്ല, അമേരിക്ക അതോടുകൂടി വെനസ്വേലയ്ക്ക് മുകളിൽ പല തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയാണ്. വെനസ്വേലൻ എണ്ണയ്ക്ക് മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. വെനസ്വേലയുമായിട്ടുള്ള എല്ലാ ആയുധ കച്ചവടങ്ങളും അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെനസ്വേല അമേരിക്കയുടെ എതിർചേരിയിലുള്ള റഷ്യ, ഇറാൻ, ചൈന പോലെയുള്ള രാജ്യങ്ങളോട് കൂടുതൽ അടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം അമേരിക്കയോട് ശത്രുതയിലാവുകയും റഷ്യയോട് അടുക്കുകയും ചെയ്യുന്നത് ഇതിന് മുന്നേയും നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഇവിടെയും ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. ഷാവേസിനെ വകവരുത്താനും വെനസ്വേലയിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനും അമേരിക്കയുടെ ഭാഗത്തു നിന്നും പല തവണ നീക്കങ്ങളുണ്ടാകുന്നു. അങ്ങനെ 2013 ഹ്യൂഗോ ഷാവേസ് അന്തരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുയായിയായ നിക്കോളാസ് മഡൂറോ പ്രസിഡൻ്റായി അധികാരത്തിലേറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാറ്റം കൊണ്ട് വെനസ്വേലക്കാർക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മോശമായിട്ടുള്ള ഒരു ഏകാധിപത്യ ഭരണമാണ് പിന്നീട് അങ്ങോട്ട് ആ രാജ്യം കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, 2016 2018 ഇടയിൽ ലോകത്തെ റെക്കോർഡ് ഹൈപ്പർ ഇൻഫ്ലേഷനാണ് വെനസ്വേലയിൽ സംഭവിച്ചത്. 60,000% വാർഷിക പണപ്പെരുപ്പം രേഖപ്പെടുത്തിയ ആ ഒരു കാലഘട്ടത്തിൽ വെനസ്വേലയുടെ കറൻസിക്ക് ഏറെക്കുറെ മൂല്യമില്ലാതാവുന്നൊരവസ്ഥ പല എക്കോണമിക് ക്ലാസ്സുകളിൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജീവിക്കാൻ കൊള്ളാത്തൊരു രാജ്യമായിട്ട് വെനസ്വേല മാറുകയാണ്. അതോടുകൂടി അവിടുത്തെ ആളുകൾ പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഉയർത്തിക്കാണിച്ച് ഈ നിക്കോളാസ് മഡൂറോ സർക്കാരിനെ പുറത്താക്കാനുള്ള പല മാർഗ്ഗങ്ങളും മാറി മാറി വരുന്ന അമേരിക്കയിലെ ഓരോ പ്രസിഡന്റുമാർ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെയും പലരും വിലയിരുത്തുന്നത്. എന്നാലും ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരികയാണ്, ഒരു രാജ്യത്തെ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി ഇത്രയും വലിയ യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് അമേരിക്ക പോകുന്നത് എന്തുകൊണ്ടാണ്? അതും ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും എന്ന് ശപഥം ചെയ്ത ഒരു പ്രസിഡന്റ് അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ അമേരിക്ക പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കള്ളക്കടത്താണ്. അവർ പറയുന്നത് ഈ വെനസ്വേലൻ ഗവൺമെൻറ് ശരിക്കും ഒരു ഡ്രഗ് കാർട്ടലാണെന്നാണ്. കാർട്ടൽ ഓഫ് സൺസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഡ്രഗ് കാർട്ടൽ പ്രവർത്തിക്കുന്നത് വെനസ്വേലൻ ആർമിയുടെ ഉള്ളിലൂടെയാണ് എന്ന് മാത്രമല്ല, ആ കാർട്ടലിൻ്റെ തലവൻ വെനസ്വേലൻ പ്രസിഡൻ്റായിട്ടുള്ള നിക്കോളാസ് മഡൂറോ ആണെന്നാണ് അമേരിക്കയുടെ ആരോപിക്കുന്നത്. നിക്കോളാസ് മഡൂറോയുടെ തലയ്ക്ക് $50 മില്യൺ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ബിൻ ലാദൻ്റെ തലയ്ക്ക് പോലും 25 മില്യൺ ആയിരുന്നു അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഒരു ഡ്രഗ് ലോഡും അതുപോലെ തന്നെ അയാളുടെ സാമ്രാജ്യവും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തി അമേരിക്കയ്ക്കെതിരെ നാർക്കോ ടെററിസമാണ് നടത്തുന്നത് എന്ന് അമേരിക്ക ആരോപിക്കുന്നു. അപ്പോൾ ഇതിനെ നേരിടാനാണ് യുദ്ധസമാനമായിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ന്യായമാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഈ വാദത്തെ ചില കണക്കുകൾ ഉപയോഗിച്ച് പലരും ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണാം. അമേരിക്ക ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് പ്രോബ്ലം എന്ന് പറയുന്നത് കൊക്കെയിൻ അല്ല, മറിച്ച് ഫെൻറ്റനൈൽ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മയക്കുമരുന്നാണ്. 2023 മാത്രം 72,000 അമേരിക്കക്കാരാണ് ഫെൻറ്റനൈൽ ഓവർഡോസ് കാരണം മരണപ്പെടുന്നത്. കൊക്കെയിൻ മൂലം ഇതിൻ്റെ പകുതിയിൽ താഴെ മരണങ്ങളെ സംഭവിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, ആ കൊക്കെയിൻ്റെ വെറും 10 മുതൽ 13% വരെ മാത്രമാണ് വെനസ്വേലയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്നത്. ഇനി അമേരിക്കയിൽ എത്തുന്ന ഈ ഫെൻറ്റനൈലിൻ്റെ ഭൂരിഭാഗവും വരുന്നത് മെക്സിക്കോയിൽ നിന്നുമാണ് എന്ന് നമുക്ക് കാണാം.
അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെക്സിക്കോയുമായി അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുകയും എന്നാൽ ഈ വിഷയത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കാരണക്കാരായിട്ടുള്ള വെനസ്വേലയ്ക്കെതിരെ ഇത്രയും വലിയൊരു നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. ഇനി ഇത് മാത്രമല്ല, അമേരിക്കയിലേക്ക് നടക്കുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ഭൂരിഭാഗവും പസഫിക് സമുദ്രം വഴിയും അതുപോലെ തന്നെ കരമാർഗവുമാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നുമായിട്ടും വലിയ ബന്ധമില്ലാത്ത കരീബിയൻ കടലിലെ ബോട്ടുകൾക്കെതിരെ ഇത്രയും വലിയ ആക്രമണം നടത്തുന്നത് എന്തിനാണ് എന്നുള്ളൊരു സംശയവും ഇവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ അമേരിക്ക ഇവിടെ പറയുന്നത് ഇവിടെ മയക്കുമരുന്ന് മാത്രമല്ല കാരണം, ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ വെനസ്വേലയിലെ ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മറ്റൊരു ലക്ഷ്യവുമുണ്ട് എന്നാണ്. ഇപ്പോൾ തന്നെ മഡൂറോ ഒരു ഏകാധിപതിയും അതുപോലെ തന്നെ ഒരു നാർക്കോ ടെററിസ്റ്റുമാണ്. ഒരു ഡ്രഗ് കാർട്ടലാണ് ആ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാടിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിലേക്ക് ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്നത്. മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ച് വെസ്റ്റേൺ ഹെമിസ്ഫിയറിനെ മുഴുവൻ പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു റെജീം ചേഞ്ച് അഥവാ അധികാരമാറ്റത്തിലൂടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നതല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് മറ്റൊരു പ്രതിവിധിയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. അപ്പോൾ ലോകത്തിലെ ഏകാധിപതികളെ എല്ലാം പുറത്താക്കി ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക മുന്നിട്ടിറങ്ങുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇവിടെയും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇതിലും മോശമായ ഏകാധിപത്യ സംവിധാനങ്ങളുള്ള പല രാജ്യങ്ങളും ഇന്ന് ലോകത്തുണ്ടല്ലോ. എന്നിട്ടും വെനസ്വേലയ്ക്കെതിരെ മാത്രം ഇത്രയും വലിയ നീക്കം നടത്താനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണം വെനസ്വേല കേവലം ഒരു ഏകാധിപത്യ രാജ്യം മാത്രമല്ല, മറിച്ച് അത് വലിയൊരു എണ്ണ നിക്ഷേപമുള്ള ഏകാധിപത്യ രാജ്യമാണ്. ലോകത്തെ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമാണ് വെനസ്വേലയിലുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ എക്സ്പോർട്ടറായിട്ടുള്ള സൗദിയേക്കാൾ കൂടുതൽ എണ്ണ നിക്ഷേപം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എണ്ണ മാത്രമല്ല, സ്വർണം പോലെയുള്ള പല പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വെനസ്വേലൻ ക്രൂഡ് ഓയിലിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു ഹെവി ക്രൂഡ് ഓയിലാണ്. അതായത് റിഫൈൻ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള ക്രൂഡ് ഓയിൽ. പക്ഷേ ആദ്യകാലത്ത് അമേരിക്കൻ കമ്പനികൾ ഇവിടെ എണ്ണ ഖനനം നടത്തിയിരുന്ന സമയത്ത് ഇത്തരം ഹെവി ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരുപാട് റിഫൈനറികൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെനസ്വേലയിൽ ഒരു അട്ടിമറി നടത്തി അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവന്ന് അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭരണാധികാരിയെ നിയമിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ എണ്ണ നിക്ഷേപത്തിൽ നിന്നും അമേരിക്കൻ കമ്പനികൾക്ക് വലിയൊരു ലാഭമുണ്ടാക്കാനും അതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും സാധിക്കുമെന്നുള്ളത് പകല് പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെനസ്വേല അമേരിക്കയുടെ എണ്ണയും ഭൂമിയും മറ്റു ധാതുക്കളും മോഷ്ടിച്ചു, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നാണ്. അപ്പോൾ ജനാധിപത്യം ഏകാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിശാലമായ എണ്ണ നിക്ഷേപം അമേരിക്കയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. ഇനി ഈ വെനസ്വേലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയോട് കൃത്യമായി അടുപ്പമുള്ള ഒരു രാജ്യം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അമേരിക്ക വെനസ്വേലയ്ക്ക് മുകളിൽ പലതരത്തിലുള്ള സാങ്ഷനുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ചൈന കടന്നു വരികയാണ്. അമേരിക്ക വാങ്ങാതെ കിടന്ന വെനസ്വേലൻ ഓയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ചൈന സ്വന്തമാക്കുകയായിരുന്നു. 2025 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും 5 ലക്ഷം ബാരൽ എണ്ണയാണ് ചൈന വെനസ്വേലയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നത്. ഇനി ഇത് മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും വെനസ്വേലയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം $60 ബില്യൺ നിക്ഷേപം ചൈന അവിടെ നടത്തുകയും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി പല തരത്തിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ഇപ്പോഴും വെനസ്വേലയുടെ ഉള്ളിൽ അവരുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഈ ഒരു നീക്കം മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഈ വെനസ്വേലയിൽ നിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ അവഗണിച്ച് ചൈനയോടടുക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനാണ് അമേരിക്ക ഇത്രയും വലിയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മറ്റൊരഭിപ്രായവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. എന്തിനാണ് ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് അമേരിക്ക പല സമയത്തും പല തരത്തിലുള്ള മറുപടികളും പറയാറുണ്ട്. ചില സ്ഥലത്ത് അത് ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റ് ചില സ്ഥലങ്ങളിൽ അത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റ് സ്ഥലങ്ങളിൽ അത് മയക്കുമരുന്ന് മാഫിയ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എണ്ണ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിസോഴ്സുകളും ആ രാജ്യവും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചില ബന്ധങ്ങളും ആ രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷനും ഒക്കെയാണ് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ ലോകം വലിയ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. കാരണം ഇത്തരം പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിലൊന്നും ജനാധിപത്യം പുനഃസ്ഥാപിക്കാനോ സമാധാനം തിരിച്ചു കൊണ്ടുവരാനോ അവിടെയുള്ള തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനോ ഒന്നും സാധിക്കാതെ കുറേ കാലം യുദ്ധം ചെയ്ത് സ്ഥിതിയെല്ലാം കൂടുതൽ വഷളാക്കി തിരിച്ചു പോകുന്ന അമേരിക്കയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. സോ അത്തരം സാഹചര്യത്തിലേക്ക് വെനസ്വേലയും പോകുമോ എന്നുള്ളൊരാശങ്കയാണ് കൂടുതൽ ആളുകളും ഇപ്പോഴും പങ്കുവെക്കുന്നത്.
എന്നാൽ ഇത് അമേരിക്കയുടെ ഒരു പ്രഷർ ടാക്ടിക്സ് മാത്രമാണ് എന്നും വെനസ്വേലയുമായി ഒരു യുദ്ധത്തിലേക്കൊന്നും അമേരിക്ക പോവുകയില്ല എന്നുള്ള മറ്റൊരു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയാണ് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അമേരിക്കയുടെയും വെനസ്വേലയുടെയും ഇടയിൽ നടക്കുന്ന നിലവിലത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടാറ്റ AIAയുടെ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസംബർ 31 വരെയാണ് നമുക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക. അതായത് ഇനി 10 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. സോ ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.